നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സിദ്ധു സാറിന് അസുഖം മാറി ഇടയ്ക്ക് ഓർമ്മ കിട്ടിയപ്പോ ഇവിടെ വന്ന് പെൻഡ്രൈവ് എടുത്തോണ്ട് പോയതായിരുന്നു. പക്ഷേ വീണ്ടും സുഖമില്ലാതായപ്പോ അത് കളഞ്ഞതായിട്ടാ അറിഞ്ഞത്. ആരായാലും ഞങ്ങൾക്ക് ആളിനെ പരിചയമില്ല. കുട്ടൻ അത്രയ്ക്കും വേണ്ടപ്പെട്ട ആരുമാണ് ശില്പ. അതുകൊണ്ടാ കുട്ടൻ ആ പേര് ഓർത്തെടുത്ത് പറയുന്നത്. അതെന്താ സിദ്ധു ശില്പയുടെ പേര് പറഞ്ഞത് കേട്ടപ്പോ മൂക്ക് വിഷമായോ? ഏയ്, ഞാനെന്തിനു വിഷമിക്കണം? ഒരിക്കലും ഓർമ്മ വന്ന് സിദ്ധു വിളിച്ചു പറയുമ്പോഴാ ശില്പയുടെ പേര് ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നത് തന്നെ. ശില്പയെ കുറിച്ച് ആലോചിച്ച് മോള് ടെൻഷനാവണ്ട. മോള് സിദ്ധുവിന്റെ ഭാര്യയാണ്, ഈ വീട്ടിലെ മരുമകളാണ്. അത് എന്നും അങ്ങനെ തന്നെയായിരിക്കും. സ്വന്തം ഭർത്താവ് മറ്റൊരു പെണ്ണിനെ കുറിച്ച് അടുപ്പം തോന്നുന്ന തരത്തിൽ സംസാരിക്കുമ്പോ ഏതൊരു പെണ്ണിനായാലും വിഷമം തോന്നും. ആ വിഷമം ദേവിയേക്കും തോന്നിയിട്ടുണ്ടോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. മോള് സമാധാനമായിട്ട് പോയിക്കും. ശരി. മാലക വാ, നമുക്ക് കളിക്കണ്ടേ? കുട്ടൻ അവിടെ ഇരുന്നു. എനിക്ക് അത്യാവശ്യമായിട്ട് ചില ജോലികൾ തീർക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ കളിക്കാൻ വരാം. ഓക്കെ? പെട്ടെന്ന് വരണേ. വരാം. മാലാക, എന്താ കുട്ടാ? എനിക്ക് പടം വരയ്ക്കണം. പേപ്പറും പെനെന്താ? അതിനെന്താ, തരാലോ. പേപ്പർ. ഇനി പെനതാ? ഇല്ലേ, വേഗം താ. തരാട്ടോ. പെൻഡ്രൈവ് എങ്ങനെ എന്റെ ബാഗിൽ വന്നു? എനിക്ക് പെൻഡ്രൈവ് ഒന്നും ഇല്ലല്ലോ. ഹായ് ഹായ്, എന്റെ ടോയ്, എന്റെ ടോയ്, എന്റെ ടോയ് എങ്ങതാ? താ മാലാകെ, എന്റെ ടോയ് താ. കുട്ടന് ഇതറിയോ? പിന്നെ എനിക്കറിയാതെ, ഇതെന്റെ ടോയ് അല്ലേ? ഇതെങ്ങനെ എന്റെ ബാഗിൽ വന്നു? അതെ, അന്നൊരു ദിവസം മാലാക പുറത്ത് വെച്ച് കണ്ടില്ലേ? ആ, അന്ന് എന്റെ കയ്യിൽ നിന്ന് മാലാകയുടെ ബാഗിലേക്ക് നേരെ വീണതാ. അതങ്ങ് താ മാലാക, എന്റെ ടോയ് ഇതാ, ഞാൻ കളിക്കട്ടെ. ഈ പെൻഡ്രൈവിനുള്ളിൽ എന്തായിരിക്കും? മാലാക ടോയ് താ താ. കുട്ടനിപ്പൊ പടം വരയ്ക്കാൻ പോവല്ലേ? ആദ്യം പടം വരയ്ക്കും. ഈ ടോയ് ഞാൻ കുട്ടന് പിന്നീട് തരാം. അതുപോരെ? അത് മതി. പക്ഷെ പേപ്പർ മാത്രമേ തന്നോളൂ. പേന എവിടെ? അയ്യേ, പേന തരാം. കുട്ട വരച്ചോട്ടോ. അങ്കിളെ, ഇത് കൃഷി മേഘമലയിൽ സിദ്ധുവിന്റെ പേരിൽ വാങ്ങിയ എസ്റ്റേറ്റ് നടത്തിപ്പിന്റെ റിപ്പോർട്ടാണ്. മോളിതൊന്ന് വെരിഫൈ. ശരി. പിന്നെ അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ശരി അങ്കിളെ. എളേച്ചാ, എന്താ മോനെ?
അന്നേ എന്റെ കയ്യിൽ നിന്നൊരു ടോയ് കാണാതായി പോയില്ലേ, ആ അതെനിക്ക് തിരികെ കിട്ടി. അത് മാലകയുടെ ബാഗിലുണ്ടായിരുന്നു. ഇപ്പോഴാണ് കിട്ടിയേ. ടോയോ? ഏത് ടോയ്? അല്ല, നീ എന്ത് ടോയിനെ കുറിച്ചാ പറയുന്നത്? ദേ മാലകയുടെ കയ്യിലിരിക്കുന്ന വെള്ള ടോയ് ഇല്ലേ, അതിനെ കുറിച്ച് ഞാൻ പറയണേ. ആഹാ, ഇതായിരുന്നു നിന്റെ ടോയ്. ഈ പെൻഡ്രൈവിനെ പറ്റിയാണോ നീ പറഞ്ഞത്? ആ സിദ്ധു സാറിന് അസുഖം മാറി ഇടയ്ക്ക് ഓർമ്മ കിട്ടിയപ്പോ ഇവിടെ വന്ന് പെൻഡ്രൈവ് എടുത്തോണ്ട് പോയതായിരുന്നു. പക്ഷേ വീണ്ടും സുഖമില്ലാതായപ്പോ അത് കളഞ്ഞതായിട്ടാ അറിഞ്ഞത്. ഓർമ്മ വന്നപ്പോ കുട്ടൻ ആദ്യം തിരക്കിയത് ഈ പെൻഡ്രൈവ് ആണെങ്കിൽ ഇതിനുള്ളിൽ എന്തോ പ്രധാനപ്പെട്ട വിവരങ്ങളായിരിക്കില്ലേ? ഈ പെൻഡ്രൈവിനുള്ള കാര്യങ്ങൾ ദേവിയെ കണ്ടെത്തു മുമ്പേ ഇതിവിടെ നിന്ന് തട്ടിയെടുക്കണം. ആ, ഏതായാലും ഈ പെൻഡ്രൈവിനുള്ളിൽ എന്താണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മോള് നോക്ക്. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ആ ശരി അങ്കിളെ. ശാലിനി ചെല്ല്. ശരി സാർ. ഫയർ അലാം ആണല്ലോ. ഇപ്പൊ തന്നെ ഇറങ്ങും. ഇതെന്താ? കുട്ടാ വാ, നമുക്ക് പുറത്തേക്ക് പോവാം. വേഗം വാ. ഞാൻ വരുന്നില്ല, എനിക്ക് വരയ്ക്കണം. കുട്ട വന്ന് പറയട്ടെ, ഇവിടെ എന്തോ അപായം സംഭവിക്കാൻ പോവാ. ഒന്ന് വേഗം വാ. ഇല്ല, ഞാൻ വരില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.